സ്റ്റേപ്പിൻ്റെ മൂന്നാം ഘട്ടം ആരംഭിക്കുകയാണ്. ഒന്നാം ഘട്ടത്തിൽ മാതൃഭാഷയിൽ കോഡിംഗ് പഠിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് സ്റ്റേപ്പ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ മമ്മൂക്ക ബ്രാൻഡ് അംബാസിഡറായിട്ട് വരികയും എൻജിനീയേഴ്സിനെയും സയൻറ്റിസ്റ്റിനെയും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായി സ്റ്റേപ്പ് വളർന്നു. ഈ സമയത്ത് തന്നെ സ്കൂൾസും കോളേജസും സ്റ്റേപ്പിലേക്ക് ജോയിൻ ചെയ്യുകയും സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും ടെക്നോളജി വിദ്യാഭ്യാസം സ്റ്റേപ്പിലൂടെ നൽകാൻ കഴിയുകയും ചെയ്തു. ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്റ്റേപ്പ് ഒരു കമ്മ്യൂണിറ്റി ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോമായാണ് വളരുന്നത്. അപ്പോൾ എന്താണ് കമ്മ്യൂണിറ്റി ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോം എന്നത് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നോർമലി കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരു കുസാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പസ് എടുക്കാം. ഇപ്പോൾ ഈ കുസാറ്റ് ക്യാമ്പസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് 4 കാര്യങ്ങളാണ് ഓഫർ ചെയ്യുന്നത്. ഒന്നാമത്തേത് കമ്മ്യൂണിറ്റിയും ആക്സസും മെൻറ്റർഷിപ്പുമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ക്യാമ്പസിനുള്ളിലേക്ക് കയറി ചെല്ലുന്ന ടൈമിന് അവിടെ നമുക്ക് കിട്ടുന്ന നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ്, അതുപോലെ തന്നെ മറ്റ് കമ്പനികൾ, ഇവൻറ്റ്സ്, അങ്ങനെ കുറേയധികം രീതിയിൽ നമുക്ക് കമ്മ്യൂണിറ്റിയുമായി എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്കൊരു യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് എഡ്യൂക്കേഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇഷ്ടമുള്ള ഡിഗ്രി കോഴ്സായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാകുന്നത്. അതിൽ നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമതായിട്ട് നമുക്കൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് ഓഫർ ചെയ്യുന്നത് എന്താണ്? ജോബാണ്. നമുക്ക് ജോലിക്കുള്ള സാധ്യതകൾ ക്രിയേറ്റ് ചെയ്ത് തരും. ചിലപ്പോൾ അത് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്കിലൂടെ ആയിരിക്കാം. അത്തരത്തിലൊക്കെ നമുക്ക് ജോബിലേക്ക് എത്താൻ കഴിയുന്നു. നാലാമത്തേത് ജോബ് നോക്കാത്തവർ ഉണ്ടാവും, അവർക്ക് ഓൺട്രപ്രണർഷിപ്പ്, സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട്, സ്വന്തമായൊരു കമ്പനി തുടങ്ങാനോ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനോ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നമുക്കൊരു ക്യാമ്പസിൽ നിന്നും ലഭിച്ചേക്കാം. അപ്പോൾ ഈ 4 പില്ലേഴ്സിൽ ഊന്നിക്കൊണ്ടാണ് സ്റ്റേപ്പും അതിൻ്റെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മളിപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഒരു ക്യുസാറ്റിലേക്ക് നമുക്ക് കയറണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെല്ലാനായിട്ട് കഴിയില്ല. ഇപ്പോൾ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ നമ്മൾ അവിടെ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു ഡിഗ്രി പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുക. അപ്പോഴാണ് നമ്മൾ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നത്. എന്നാൽ സ്റ്റേപ്പ് നമ്മൾ ഇവിടെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. കമ്മ്യൂണിറ്റി ഫസ്റ്റ് അപ്രോച്ചാണ് നമ്മൾ സ്റ്റേപ്പിൽ ചെയ്യുന്നത്. സ്റ്റേപ്പിലെ ഓഡിയൻസ് എന്ന് പറയുന്നത് എൻജിനീയേഴ്സും ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നോളജിയിലൂടെ പുതിയ ഇൻവെൻഷൻസ് കണ്ടെത്താൻ താല്പര്യമുള്ള, അതുപോലെ തന്നെ എൻജിനീയേഴ്സ് ആകാൻ താല്പര്യമുള്ള, സയൻറ്റിസ്റ്റുകളാകാൻ താല്പര്യമുള്ള സ്കൂൾ സ്റ്റുഡൻസും, എൻജിനീയേഴ്സിൻ്റെയും ഇത്തരത്തിൽ സയൻസ് ടെക്നോളജി മേഖലകളിൽ താല്പര്യം കാണിക്കുന്ന സ്കൂൾ സ്റ്റുഡൻസിൻ്റെയും ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ശരിക്കും സ്റ്റേപ്പ് എന്നുള്ളത്. സ്റ്റേപ്പിൻ്റെ കമ്മ്യൂണിറ്റി ഫസ്റ്റ് അപ്രോച്ച് എന്നുള്ളത് ഈ താല്പര്യമുള്ള കുട്ടികൾക്ക് സ്റ്റേപ്പിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ, ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം അതൊരു സോഷ്യൽ മീഡിയ പോലെയാണ്. ഡിസ്കഷൻസ് ഓപ്പൺ ചെയ്യാനും, നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് അവിടെ നമുക്ക് പോസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഡിസ്കഷൻസ് ഓപ്പൺ ചെയ്യാനുമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണത്. അവിടെ ഓൺലൈൻ ആയിട്ടുള്ളതും ഹൈബ്രിഡ് ആയിട്ടുള്ളതും ഓഫ്ലൈൻ ആയിട്ടുള്ള നിരവധി പ്രോഗ്രാമുകൾ ഈ കമ്മ്യൂണിറ്റിക്കുള്ളിൽ നടക്കുന്നുണ്ടാവും. സ്റ്റേപ്പിൻ്റെ ഈ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ മെൻറ്റേഴ്സായി എൻജിനീയേഴ്സും സയൻറ്റിസ്റ്റും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നോളജ് ഗെയിൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷൻ എഡ്യൂക്കേഷനാണ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇൻഡസ്ട്രി നോളജ് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഇൻഡസ്ട്രി നോളജ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് പ്രോഗ്രാമുകൾ സ്റ്റേപ്പിനുള്ളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇത് 5ാം ക്ലാസ് മുതൽ ഗ്രാജുവേറ്റ്സിന് വരെയുള്ള ഡിഫറെൻറ്റ് പ്രോഗ്രാമുകളുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓൺലൈനായി നടക്കുന്നതുണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡായി നടക്കുന്നതുണ്ട്, കംപ്ലീറ്റ്ലി ഓഫ്ലൈനായി നടക്കുന്ന, നമ്മുടെ സെൻറ്ററുകളിൽ ഓഫ്ലൈനായി നടക്കുന്ന പ്രോഗ്രാമുകളുമുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമുകളെ എല്ലാം ചേർത്ത് നമ്മൾ നാനോ ഡിഗ്രി എന്നാണ് വിളിക്കുന്നത്. ഈ ഓരോ നാനോ ഡിഗ്രിയും അത് ഡിഫറെൻറ്റ് ഏരിയാസ്, അതായത് 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന നാനോ ഡിഗ്രികളുണ്ട്, അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി നടത്തുന്ന നാനോ ഡിഗ്രി ഉണ്ട്, ഗ്രാജുവേറ്റ്സിന് വേണ്ടി നടത്തുന്ന നാനോ ഡിഗ്രീസ് ഉണ്ട്, +2 കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രം ജോയിൻ ചെയ്യാൻ കഴിയുന്ന നാനോ ഡിഗ്രീസ് ഉണ്ട്. അപ്പോൾ ഈ നാനോ ഡിഗ്രീസ് എന്ന് പറയുന്നത് ഓരോ മേഖലയിൽ, ഇപ്പോൾ ടെക്നോളജി മേഖലയിലുള്ള എൻജിനീയർ ആകാൻ താല്പര്യമുള്ളവരായിരിക്കും,
ചിലപ്പോൾ ടെക്നോളജി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഓൺടർപ്രണറായി മാറണം എന്ന ആഗ്രഹമുള്ള ആളായിരിക്കും. അതുപോലെ തന്നെ സയൻസിലെ ഒരു സയൻറ്റിസ്റ്റായി മാറണം എന്ന് താല്പര്യമുള്ളവരായിരിക്കും. ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് പ്രോഗ്രാമുകളാണ് നമ്മൾ സ്റ്റേപ്പിൻ്റെ ഈ എഡ്യൂക്കേഷൻ സെക്ഷനിൽ നാനോ ഡിഗ്രിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ജോബാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്നുകിൽ പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഒരു സംരംഭകനാകാനോ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരെ രണ്ട് പേരെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ജോബ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് എന്നുള്ള രണ്ട് കാര്യങ്ങളും നമ്മൾ സ്റ്റേപ്പിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഐഡിയത്തോണുകൾ, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം ഒരു കമ്പനിയിൽ നമ്മുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ എന്താണ് ഒരു പ്രൊഫഷണലിസം എന്താണ്, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഡിസ്കഷൻസും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ കൃത്യമായി കുട്ടികൾക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എവിടെയാണ് നമ്മുടെ ഈ സ്കില്ലിനനുസരിച്ച് നമുക്ക് എങ്ങനെ ഒരു ജോബ് കണ്ടെത്താം എന്നുള്ള കാര്യം സ്റ്റേപ്പിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഓൺടർപ്രണർഷിപ്പിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു സ്റ്റാർട്ടപ്പ്, എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ഫണ്ടിങ് നടക്കുന്നത്, അതുപോലെ തന്നെ ഒരു ഐഡിയ മുതൽ IPO വരെയുള്ള ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ജേണി എന്താണെന്നും നമ്മുടെ ഐഡിയാസിനെ എങ്ങനെ സ്റ്റാർട്ടപ്പുകളാക്കി മാറ്റണമെന്നുള്ള കൃത്യമായ മെൻറ്ററിങ്ങും ഗൈഡൻസും സ്റ്റേപ്പിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ സംരംഭകരാകാനുള്ള ആ ആഗ്രഹത്തെ നമുക്ക് ഒരു സ്റ്റാർട്ടപ്പിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോം, ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ആർക്കും സ്റ്റേപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ അഡ്മിഷൻ എടുക്കണമെന്ന ഒരു നിർബന്ധവും സ്റ്റേപ്പിലില്ല. സ്റ്റേപ്പിൽ ആർക്കും, കമ്മ്യൂണിറ്റിയിലുള്ള ആർക്കും സ്റ്റേപ്പിലേക്ക് വരാം, അവർക്ക് ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ ജോബിലേക്കും ഓൺടർപ്രണർഷിപ്പിലേക്കും തയ്യാറെടുപ്പിക്കുകയാണ് സ്റ്റേപ്പിലൂടെ ചെയ്യുന്നത്.